ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാവേരി അംബികാമ്മയുടെ ആ ഗസ്റ്റ് ഹൗസ് അവിടെ ഇങ്ങനെ നോക്കി കാണുകയാണ്. ടെറസിന്റെ മുകളിൽ കയറിയിട്ട് അപ്പുറത്ത് അംബികാമ്മയുടെ വീടിന്റെ ജനലിൽ ഇങ്ങനെ നോക്കുകയാണ്. പെട്ടെന്ന് പിന്നിൽ ആരോ വരുന്നതായി തോന്നുകയും പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അങ്ങനെ അവൾക്ക് ചെറിയൊരു പേടി പോലെ തോന്നിയിട്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് തിരികെ വരികയും ചെയ്യുകയാണ്. അപ്പൊ അംബികാമ്മയും ശാരദയും കൂടി സംസാരിക്കുകയാണ്. എങ്ങനെയുണ്ട് മോളെ വീടൊക്കെ എന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട് അംബികാമ്മയെ, ഞങ്ങളുടെതൊക്കെ കണ്ടു എന്ന് പറയുകയാണ്. എന്നാ പിന്നെ നമുക്ക് പോകാം. അതെ, പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയാൻ മറന്നു നേരത്തെ. ഞാൻ അമ്പലത്തിൽ തല ചുറ്റി വീണ കാര്യം വീട്ടിൽ പറയണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്നെ പിന്നെ ഒറ്റയ്ക്ക് വിടില്ല അങ്ങോര് എന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾ വീട് കാണാൻ വേണ്ടി വന്നതാണെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ എന്ന് അംബികാമ്മ പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ അവരവിടെ വിളിച്ചു കൊണ്ടുവരികയാണ്. അതേ സമയത്താണെങ്കിൽ ഈ ജോലിക്കാരി സീമ അച്ഛനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തിൻ്റെ ഇതാണ് ഇപ്പോൾ അംബികാമ്മ ഇങ്ങനെയുള്ള ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് വരുന്നത്? അവിടെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയുന്നതല്ലേ, ഇത് എന്തിനാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയുമ്പം നീ ഒന്ന് സമാധാനപ്പെട്ട് സീമ, അവരിങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ അച്ഛനോട് ഇവരാണ് വീട് കാണാൻ വന്നവർക്ക് വീട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ താക്കോൽ എന്തായാലും നരന്റെ കയ്യിലല്ലേ, അവര് പിന്നെ വന്ന് വീട് തുറന്ന് കണ്ടോളാം എന്നാണ് പറയുന്നത്. എന്നാൽ ശരി എന്ന് പറയണം. അപ്പോൾ അംബികാമ്മ പറയുന്നുണ്ട്, നിങ്ങൾ നടന്നു പോകണ്ട, കാറിലേക്ക് കൊണ്ടുവന്ന് വിടാം, ഡ്രൈവറോട് പറയാമെന്ന് പറയുമ്പോൾ സീമ അടുത്ത വഴിക്ക് പറയുന്നുണ്ട്, അതിന് ഡ്രൈവർ പുറത്തു പോയല്ലോ എന്ന് പറയണം. അയ്യോ, അത് കഷ്ടമായല്ലോ. അപ്പൊ ശാരദ പറയുന്നുണ്ട്, അത് സാരില്ല അമ്മ, ഞങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയ റോട്ടിൽ ഏതെങ്കിലും ഒരു ഓട്ടോ കിട്ടി, ഞങ്ങൾ അത് നോക്കിയിട്ട് പൊക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ ഒന്നും മിണ്ടാതെ തലം കൊമ്പിട്ട് ഇരിക്കുകയാണ്, ഒന്നും പറയുന്നൊന്നുമില്ല. അങ്ങനെ അവർ അവിടെ നിന്നും പോകുന്നുണ്ട്, ശാരദയും നമ്മുടെ കാവേരിയും കൂടിയിട്ട്. അപ്പൊ അംബികാമ്മ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്നവർ, ഇങ്ങനെയാണോ മനുഷ്യപ്പറ്റുള്ള ആൾക്കാർ ചെയ്യുക ഒരുമാതിരി എന്നൊക്കെ പറയുന്നുണ്ട്. അംബിക, നീ എന്ത് ഉദ്ദേശിച്ചിട്ട് അവിടെ ആ വീട് പൂട്ടിക്കിടക്കാനുള്ള കാരണം, ഇതിനു മുമ്പുണ്ടായ സംഭവങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? ആ കുടുംബം സമാധാനമായിട്ട് ജീവിച്ചോട്ടെ എവിടെയെങ്കിലും, എന്തിനാ അവരുടെ ജീവിതം കൂടി, അതാണ് നല്ലത്. അവരുടെ ജീവിതവും ഇല്ലാതാക്കണം, നമുക്കും സ്വസ്ഥത ഇല്ലാതാക്കണം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കാവേരിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാത്രി സമയത്ത് അമ്പലത്തിൽ പോയതും മാമ തലറങ്ങി വീണതും അതുപോലെ തന്നെ ആ വീട് കാണാൻ പോയതൊക്കെ സംസാരിക്കുന്നുണ്ട്. കാവേരി പറയാണ്, എനിക്ക് ആ വീട് ഒരുപാട് ഇഷ്ടമായി, എന്തായാലും നല്ലൊരു വീടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശാരദ പറയാണ്, എന്തോ ദൈവാധീനമുള്ള പോലെ, ദൈവം കാണിച്ചു തന്ന പോലെയാണെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മുടെ അമ്മ പറയുന്നുണ്ട്, അത് ശരിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് അമ്പലത്തിലൊന്ന് പോകണമെന്ന് എന്നോട് പറയാറ് എന്നുള്ള കാര്യം ഇങ്ങനെ സംസാരിച്ച് നിൽക്കണം. അപ്പം ആ സമയത്താണെങ്കിൽ ഇളയക്കുട്ടി നീള പുറത്തേക്ക് പോകുന്നുണ്ട്, ഇവര് ഇരിക്കുന്ന റൂമിന്റെ പുറത്തേക്ക് പോകുകയാണ്. അപ്പൊ ശാരദ ചോദിക്കുന്നു, നീ എവിടെ പോവാ? പുറത്തേക്കൊന്നും പോവല്ലേട്ടാ, പരിചയമില്ലാത്ത സ്ഥലമാണ്. ഇല്ല അമ്മേ എന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അങ്ങനെ അവള് നടന്നിട്ട് അവിടെ ഷോക്കേസിൽ ഒരു കപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഒരു പാവേരൊക്കെ പോലത്തെ ഒരു കപ്പ്. അപ്പൊ അതെടുത്ത് അവളിങ്ങനെ നോക്കുകയാണ്. ഇവരാണെങ്കിൽ വീട്ടിലേക്ക് പോകണം എന്നുള്ള ഒരു കാര്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഗംഗയ്ക്കും യമുനയ്ക്കും ചെറിയൊരു എതിർപ്പുണ്ട്. അവർ പറയാണ്, അല്ല ഇനിയിപ്പോ ആ വീടിന് എന്തെങ്കിലും ദോഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഇനിയിപ്പോ പ്രേതബാധയോ മറ്റു എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ശരിയാണ്, എന്തായാലും തുറന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈ നീളയുടെ കയ്യിൽ ഈ പാവക്കുട്ടീനെ കണ്ടിട്ട്, ഈ ഗ്ലാസ് കണ്ടിട്ട്, കപ്പ് കണ്ടിട്ട് താര മുകളിൽ നിന്ന് വരുന്നത്, താഴേക്ക് ഇറങ്ങി വരുന്നത്. താരയ്ക്കാണെങ്കിൽ ഈ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും ഇവരെവിടെ നിന്നും പറഞ്ഞു വിടണം, ഇല്ലെങ്കിൽ ജയപാലൻ തന്റെ കുടുംബത്തെ ഇല്ലാതാക്കും, തന്റെ കുടുംബത്തിന്റെ ആധാരം ഇരിക്കുന്നത് അയാളുടെ കയ്യിലാണ്. അപ്പൊ ആ വീട്ടിൽ നിന്ന് അയാൾ ഇറക്കി വിടും എന്നുള്ളൊരു പേടിയിലൊക്കെയാണ് താര. അപ്പൊ ഇവരോട് അതുവരെ സ്നേഹമായി സംസാരിച്ചിരുന്ന ഇവരോട് ഇപ്പൊ വളരെ മോശമായിട്ടാണ് അവൾ പെരുമാറുന്നത്. അപ്പൊ ഈ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഈ കപ്പ് കണ്ടിട്ട് അവൾ ഇറങ്ങി വന്നിട്ട് എടി എന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് നിലയുടെ കയ്യിൽ നിന്നും ആ കപ്പ് താഴെ വീണ് പൊട്ടിച്ചിതറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നീ എന്താടി കാണിച്ചത് എന്നും ചോദിച്ചിട്ട് പെട്ടെന്ന് താര കൈ ഉയർത്തി ആ കുട്ടിയെ തല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ കാവേരി എവിടേക്ക് താര ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ കൈ താഴെ ഇടുകയാണ്. എന്നിട്ട് എന്താ ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും അവിടേക്ക് വരികയാണ്. ഇവളെ ഓരോന്നെടുത്ത് നശിപ്പിക്കുകയാണ് എന്ന് താര പറയുമ്പോൾ അത് യമുന താഴെ നിന്നും ആ കപ്പ് എടുത്തിട്ട് ഇതൊരു കപ്പല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് ശരി, അപ്പൊ എന്താ ഇതിൽ കൂടുതൽ നശിപ്പിക്കണമായിരുന്നോ എന്ന് താര ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെ, നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് കാലിയാക്കി തരണം. നിങ്ങൾ ഇവിടെ നിന്ന് ശരിയാവളെ, ഇവിടെയുള്ള ഓരോ സാധനങ്ങളും നശിപ്പിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ അത് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വളരെ ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ കാവേരി പറയുന്നുണ്ട്, താരചേച്ചി ക്ഷമിക്ക്, ഇന്നൊരു രാത്രി മാത്രം, അത് കഴിഞ്ഞ നാളെ രാവിലെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈകൂപ്പുകയാണ്. പറഞ്ഞ വാക്ക് പാലിച്ച് അത്രയും നല്ലത് എന്നും പറഞ്ഞിട്ട്
താരമുകളിൽ കയറി പോവുകയാണ്. അപ്പോൾ യമുനൊക്കെ ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യാനാ, എവിടുന്ന് ഇത്ര വേഗം നമ്മൾ ഇവിടുന്ന് എങ്ങനെ പോകും എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ, നമ്മൾ അംബികാമ്മ പറഞ്ഞ വീട്ടിലോട്ട് തന്നെ പോകാം, അവിടെ എന്ത് പ്രേതോ ഭൂതോ എന്തുണ്ടായാലും നമ്മൾ ഒന്നിച്ച് നേരിടുമെന്ന് പറയുകയും ചെയ്യുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ നരനോട് ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ഇളയമ്മ ചോദിക്കുന്നുണ്ട്, മോനെ ആ വീടിന്റെ താക്കോലൊന്ന് തരാൻ പറയുന്ന സമയത്ത് നരൻ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ ആ ബഹളം കേട്ടിട്ട് അച്ഛൻ, അതായത് മുത്തച്ഛൻ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മുത്തശ്ശിയും ഇളയമയും കൂടി എന്നോട് ആ വീടിന്റെ താക്കോല് ചോദിക്കുകയായിരുന്നു. ഇവിടെ മുന്നുണ്ടായ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ, ഞാനിപ്പോ ആ വീട് അടഞ്ഞു കിടക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കളിയും ചിരിയുള്ള ഒരു നരനെയല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങനെ ഒരു നരനെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ, പക്ഷെ അതില്ലാതാക്കരുത് നിങ്ങൾ എല്ലാവരും കൂടി എന്നും പറഞ്ഞ് അവൻ ദേഷ്യത്തോടു കൂടി മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പൊ ആ മുത്തച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട്, അറിയാലോ കാര്യങ്ങളൊക്കെ തന്നെ, വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട, ആ വീട് ഇപ്പൊ അടച്ചിടാൻ കാരണം തന്നെ ദോഷമുള്ളത് കൊണ്ടാണെന്നല്ലേ പറഞ്ഞത്, അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ അറിയാലോ, ഇനിയും ഓരോ ദോഷങ്ങൾ വരച്ചു വരുത്തണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ മുത്തച്ഛനും അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നാളത്തെ പ്രൊമോയില് നമ്മുടെ ജയബാലൻ നരേനെ വിളിക്കുകയാണ്. എന്നിട്ടിപ്പോ താരയുടെ വീട്ടിൽ നിന്നും ഇറക്കാൻ ജയബാലിന് കഴിഞ്ഞിട്ടുണ്ട് അവര്, അതുകൊണ്ട് തന്നെ ആ ഒരു വിജയത്തിൽ അയാൾ നിൽക്കാണ്. എവിടെ പോയാലും കാവേരിയെയും കുടുംബത്തിനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ജയബാലൻ നരനെ വിളിച്ചിട്ട് നരന്റെ വീട്ടിലാണ് അവർ താമസിക്കാൻ വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നരനെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ നരനുണ്ടോ അതിൽ കുലുങ്ങുന്നു. നരൻ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നെങ്കിൽ വാടോ എന്ന് പറഞ്ഞ് തന്നെയാണ് നരൻ ജയബാലനെ വെല്ലുവിളിക്കുന്നത്. അപ്പൊ അത് കേട്ട് ജയബാലൻ പേടിക്കുകയും ചെയ്യുന്നുണ്ട്, ഞെട്ടുകയും ചെയ്യുകയാണ്. എന്തായാലും ജയബാലന്റെ തീരുമാനങ്ങൾക്ക് എതിരെ നിൽക്കാൻ തന്നെയാണ് നമ്മുടെ നരൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുവരെയും ആ വീടിന്റെ താക്കോല് കൊടുക്കാതിരുന്ന, ആ വീട് തുറക്കാൻ പോലും സമ്മതിക്കാതിരുന്ന നരൻ ഈ ജയബാലന്റെ ഒറ്റ വാക്കില് ആ ഒരു വാശിപ്പുറത്ത് താക്കോൽ എടുത്തുകൊണ്ട് മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി ഇന്നാ മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ, അവര് ആ വീട്ടിൽ തന്നെ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടും അതുപോലെ ആ വീടൊന്ന് അടിച്ച് വാരിടാനൊക്കെ വേണ്ടിയിട്ട് വൃത്തിയാക്കിയിടാനൊക്കെ വേണ്ടിയിട്ട് ആ താക്കോൽ എടുത്തു കൊടുക്കുകയാണ്. മുത്തശ്ശിക്ക് സന്തോഷമാകുന്നുണ്ട്, ഇളയമ്മയ്ക്കും. അപ്പോൾ അങ്ങനെ നരൻ മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പൊ ജയബാലൻ തന്നെയാണ് അവർക്ക് ആ വീട് താമസിക്കാനുള്ള ഒരു സൗകര്യം ആ ജയബാലന്റെ ആ വാക്കിൽ നിന്നാണ് ശരിക്കും തുറന്നു കിട്ടുന്നത്. ഉർവശി ശാപ ഉപകാരം എന്ന പോലെയാണ് കാവേരിക്കും കുടുംബത്തിന് അത് റെഡിയായി കിട്ടുന്നത്. അങ്ങനെ ആ താക്കോല് അവരാണെങ്കിൽ അതിരാവിലെ തന്നെ താരയുടെ വീട്ടിൽ നിന്നും വരികയാണ്, എല്ലാവരും കൂടി വരുന്നുണ്ട്. അങ്ങനെ ആ താക്കോൽ അവരുടെ കയ്യിൽ കൊടുക്കുകയും അവർ ആ വീട് തുറന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു റൂമിൽ മാത്രം എന്തോ ഇങ്ങനെ ജപിച്ച് കെട്ടിയിരിക്കുന്ന പോലെ ആ റൂം ഇങ്ങനെ പൂട്ടി കെട്ടിയിട്ടുള്ളതായും കാണുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ആ വീട് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും അവിടെ എന്ത് സംഭവിച്ചാലും അത് ഒന്നിച്ചു നേരിടാൻ തന്നെയാണ്, മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ട് തന്നെ ആ വീട്ടിൽ താമസിക്കുകയാണ് കാവേരിയും കുടുംബവും. അതുപോലെ തന്നെ കാവേരി നരനുമായിട്ട് പ്രണയത്തിലാവുകയും ചെയ്യുന്ന ഭാഗമൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.